നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. മിക്സിംഗ് ഓഫ് എയർ സ്ട്രീംസിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എയർ അറ്റ് 10 degrees Celsius and 70% relative humidity and 30 degrees Celsius and 80% relative humidity are mixed in equal proportions by weight in an adiabatic chamber and is left for sufficient time to reach equilibrium. Find the properties of mixed air. Okay, അതായത് മിക്സിംഗ് ഓഫ് എയർ സ്ട്രീമിൻ്റെ ഒരു എക്സാമ്പിൾ. മിക്സ് ചെയ്യുന്ന രണ്ട് എയറിൻ്റെയും സൈക്കോമെട്രിക് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒരു എയറിൻ്റെ അത് 10 degrees Celsius ആൻഡ് 70% പ്രീഹീറ്റ്. 10 degrees Celsius എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എയർ കണ്ടീഷനിങ് യൂണിറ്റായിട്ട് കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ 10 degree എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറാണ്. സോ നമുക്ക് അസ്യൂം ചെയ്യാം അത് റീസർക്കുലേറ്റഡ് എയർ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ 30 degrees Celsius ആൻഡ് 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. 10ഉം 30 റിലേറ്റീവ്ലി 30 എന്ന് പറയുന്നത് ഹയർ വാല്യൂ ആയതുകൊണ്ട് 30 എന്നുള്ളത് ഒരു ഔട്ട്സൈഡ് എയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കണ്ടീഷനായിരിക്കും നമ്മുടെ സപ്ലൈ കണ്ടീഷനായിട്ട് റൂമിലേക്ക് കൊടുക്കുന്നത്. സേ അപ്പോൾ നമുക്കൊരു 10നും 30ക്കും ഇടയിലൊരു വാല്യൂ ആയിരിക്കും നമ്മുടെ മിക്സഡ് കണ്ടീഷനിൽ വരാനുള്ളത്. പക്ഷേ നമുക്ക് ജസ്റ്റ് വെറുതെ അങ്ങനെ ഒരു ആവറേജ് എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിനുവേണ്ടി സൈക്കോമെട്രിക് ചാർട്ട് എടുക്കുക. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റാസ് ഓരോന്നായിട്ട് ചാർട്ടിൽ മാർക്ക് ചെയ്യാം. 10 degrees Celsius ആൻഡ് 70% റീഹീറ്റ്. ഓക്കെ, നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ 10 degree ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്ത് ഡ്രൈ ബൾബെന്നോ വെറ്റ് ബൾബെന്നോ പറയുന്നില്ല, ജസ്റ്റ് ടെമ്പറേച്ചർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ അസ്യൂം ചെയ്യുക അത് എപ്പോഴും ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂ ആയിരിക്കും. വെറ്റ് ബൾബ് ആണെന്നുണ്ടെങ്കിൽ എടുത്ത് തന്നെ പറയും. ഓക്കെ, സോ 10 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. 70% എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഈ ലൈൻ വരും. ഓക്കെ, 70% ലൈൻ. ദിസ് ഈസ് 100%, 90, 85 മാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. സോ ദിസ് ഈസ് 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ. ഈ 70% ലൈനും 10 degree കൊണ്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു നോർമൽ കോപ്പിയിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. കാരണം ചാർട്ടിൽ റിപ്പീറ്റഡ് മാർക്ക് ചെയ്താൽ പിന്നെ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഹിയർ വി ഹാവ് 10 degrees Celsius dry bulb temperature. Okay, then 70% relative humidity. ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഏതാ പറഞ്ഞേക്കുന്നത്? 30 degrees Celsius ആൻഡ് 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. സോ സൈക്കോമെട്രിക് ചാർട്ടിൽ 30 degrees Celsius കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ, then 80% relative humidity. So here we have 80% relative humidity. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മുടെ കണ്ടീഷൻ നമ്പർ 2. ഓക്കെ, സോ 1 and 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ കണക്റ്റിംഗ് 1 and 2. അതായിരിക്കും ആ ഒരു സൈക്കോമെട്രിക് പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഔട്ട്സൈഡ് എയറിൻ്റെ മിക്സിങ്, ദെൻ ഇൻസൈഡ് എയറിൻ്റെ മിക്സിങ്. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് റീസർക്കുലേറ്റഡ് എയറും ഒന്ന് ഔട്ട്സൈഡ് എയറുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്ന രണ്ട് ഡിഫറൻറ്റ് സ്ട്രീംസിനെയാണ് മാർക്ക് ചെയ്യുന്നത്. സോ ഇതിനിടയിൽ എവിടെയെങ്കിലും ആയിരിക്കണം നമ്മുടെ മിക്സഡ് കണ്ടീഷൻ വരാനുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് എനർജി ബാലൻസിൻ്റെ ഇക്വേഷനാണ്. അതായത് M1H1 പ്ലസ് M2H2 ഈസ് ഈക്വൽ ടു M3H3 എന്നൊരു കണ്ടീഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വെച്ച്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്നുള്ളത് നമ്മുടെ ചാർട്ടിൻ്റെ ഈ സൈഡിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ റിലേഷൻ എങ്ങനെയാണ്? M1W1 പ്ലസ് M2W2 ഈസ് ഈക്വൽ ടു M3W3, W or omega. സോ നമുക്ക് ആദ്യമേ എൻതാൽപ്പിയുടെ റിലേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 1 and 2 എന്ന് പറയുന്ന പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി വാല്യൂസ് എത്രയാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്കറിയാം എൻതാൽപ്പിയുടെ വാല്യൂ റീഡ് ചെയ്യുന്നത് സൈക്കോമെട്രിക് ചാർട്ടിന് പുറത്തുള്ള ഈ ഒരു സ്കെയിലാണ്. എൻതാൽപ്പിയുടെ സ്കെയിലിൽ തന്നെയാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെതും താഴെയായിട്ട് മാർക്ക് ചെയ്ത് പോയേക്കുന്നത്. മീൻസ് രണ്ടും റീഡ് ചെയ്യാനുള്ളത് ഒരേ ലൈൻസിലായിരിക്കും. സോ 1 എന്ന് പറയുന്ന പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ, എൻതാൽപ്പിയുടെ ലൈൻ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇങ്ങനെ വരും. ഹിയർ വി ഹാവ് 25-25നേക്കാളും കുറച്ചും കൂടി ഇപ്പുറത്തോട്ടാണ്. ഇവിടെയാണ് 20 ഇരിക്കുന്നത്. സോ അസ്യൂം ദാറ്റ് ഈസ് 24 degrees Celsius, 24 kilojoules per kilogram എൻതാൽപ്പി വാല്യൂ. അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന പോയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എൻതാൽപ്പി ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത് വി ഹാവ്
85 ലൈനാണ് അതിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ ഒരു പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നത് ഓൾറെഡി ഹാവ് 85 കിലോ ജൂൾസ് പെർ കിലോഗ്രാമിൻ്റെ ലൈനാണ് അതിലേക്കൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഇനി ഈ രണ്ട് പോയിൻറ്റ്സിലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂസ്, ദിസ് ഈസ് കണ്ടീഷൻ നമ്പർ 2. അതിനോട് റീഡ് ചെയ്താൽ നമുക്ക് വരുന്ന വാല്യൂ ഈസ് ഓൾമോസ്റ്റ്, ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ 0.21 ആണ് ഞാൻ ആദ്യമേ റെഫറൻസ് എടുത്ത ഈ ഒരു ചാർട്ട് വെച്ചാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 0.2 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ, നിങ്ങൾ കിട്ടുന്ന ഏതാണോ വാല്യൂ അത് ചൂസ് ചെയ്യുക. തൽക്കാലം ഞാനിപ്പം 0.2 തന്നെ എഴുതുന്നു, കാരണം അത് വെച്ച് ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്തേക്കുന്നത്. ഓക്കെ, 0.2 അല്ല 0.02. ഓക്കെ, 0.02 കിലോഗ്രാം പെർ കിലോഗ്രാം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, യൂണിറ്റില്ലാത്ത ക്വാണ്ടിറ്റിയാണ്. ദെൻ 1 എന്ന് പറയുന്ന പോയിന്റിലെയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂ. വന്നിരിക്കുന്ന വാല്യൂസ് 0.005 നും 6 നും ഇടയിലാണ് ഈ ഒരു ചാർട്ട്. പക്ഷേ ഞാൻ റെഫറൻസ് എടുത്ത ചാർട്ടിൽ അത് 0.005 ആയിരുന്നു. സോ അത് തന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നു തൽക്കാലം. ഓക്കെ, 0.005. സോ നമുക്ക് ഡേറ്റാസ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു സൈക്കോമെട്രിയുടെ പ്രോബ്ലം വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ചാർട്ടിൽ വരയ്ക്കുന്ന കാര്യം എന്താണെന്നുള്ളത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് നമ്മളൊരു സാമ്പിൾ ഒരു സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. അതിൽ ഈ 1, 2 എന്ന് പറഞ്ഞ് രണ്ട് കണ്ടീഷൻസ് മാർക്ക് ചെയ്യണം. സോ 1 എന്തായിരുന്നു? അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈബിൾ ടെമ്പറേച്ചർ ആൻഡ് 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഈ പറയുന്ന കണ്ടീഷൻ. ദെൻ 30 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 80% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സെക്കൻഡ് കണ്ടീഷൻ. സോ ഈ രണ്ട് കണ്ടീഷനും ഓൾമോസ്റ്റ് നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ടിൽ വരച്ച് വെച്ച് നമുക്കത് ഏത് പൊസിഷൻസിലാണ് വരുന്നതെന്നുള്ളത് അറിയാൻ പറ്റും. സോ 1 and 2 മാർക്ക് ചെയ്യുക. ദെൻ അതിനിടയിലുള്ള സ്ട്രൈറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. എൻതാൽപ്പി വാല്യൂസ് നമ്മൾ റീഡ് ചെയ്യുന്നത് H1, ദെൻ ഇവിടെ omega1 അല്ലെങ്കിൽ W1, ഹിയർ വി ഹാവ് H2 ആൻഡ് omega2. ഓക്കെ, നമുക്ക് വാല്യൂസ് കിട്ടുന്നുണ്ട്. നമ്മൾ H1ൻ്റെ വാല്യൂ എത്ര കിട്ടിയേക്കുന്ന ഫ്രം സൈക്കോമെട്രിക് ചാർട്ട് നമുക്ക് 0.1ൽ H1ൻ്റെ വാല്യൂ കിട്ടിയേക്കുന്നത് 24 കിലോ ജൂൾസ് ആയിരുന്നു. 24 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. H2ൻ്റെ വാല്യൂ 85 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ദെൻ omega1ൻ്റെ വാല്യൂ 0.005 ആൻഡ് omega2ൻ്റെ വാല്യൂ 0.02 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എനർജി ബാലൻസിൻ്റെ ഇക്വേഷനും അതുപോലെ തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റിലേഷനും യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ബൈ മാസ് ബാലൻസ് വി ഹാവ് M3 എന്ന് പറയുന്നത് M1 + M2 ആയിരിക്കും. ഓക്കെ, അതായത് രണ്ട് ഡിഫറെൻറ്റ് സ്ട്രീംസിൽ നിന്ന് വരുന്ന എയർ മിക്സ് ചെയ്ത് ഒന്നായിട്ട് പുറത്ത് വരുന്നതാണ് ഫ്രം കണ്ടീഷൻ 1 and 2. അപ്പോൾ ഇതൊരു അഡയബാറ്റിക് ചേമ്പറാണ്, അതിന് പുറത്തേക്ക് മാസോ അല്ലെങ്കിൽ ഹീറ്റിൻ്റെയോ ലോസൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് M1 ഈസ് കമ്മിങ് ഫ്രം ദിസ് സൈഡ് ആൻഡ് M2 ഈസ് കമ്മിങ് ഫ്രം ദിസ് സൈഡ്, ഒരുമിച്ച് പുറത്തേക്ക് വരുന്ന 3ൽ വരുന്ന കണ്ടീഷൻ M3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷുഡ് ബി M1 + M2, മാസ് ബാലൻസ് വെച്ച് പറയുന്നതാണ്. അതുപോലെയാണ് നമ്മൾ എനർജി ബാലൻസിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റിലേഷൻസ് പറയുന്നത്. ഓക്കെ, സോ ബൈ മാസ് ബാലൻസ് വി ഹാവ് M3 = M1 + M2. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് എയർ മിക്സ് ചെയ്തേക്കുന്നത് ഈക്വൽ പ്രപ്പോർഷൻസിലാണെന്നുള്ളത്. ഓക്കെ, സോ വി ക്യാൻ ടേക്ക് M1 = M2. M1 ആൻഡ് M2 എന്ന് പറയുന്നത് സെയിം വാല്യൂ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഞാനൊരു ടേം കൊടുക്കുന്നു, ഈ M എന്നൊരു ടേം കൊടുക്കുന്നു. ഓക്കെ, M1 = M2 = M. അങ്ങനെയാണെങ്കിൽ M3 എത്ര വരും? M3 = 2M എന്ന് വരും അല്ലേ? ഇതിൻ്റെ 2 ടൈംസ് വരും. ശരി, ഇനി അതേപോലെ എനർജി ബാലൻസിൻ്റെ ഇക്വേഷൻ M3H3 = M1H1 + M2H2, M3 omega3 = M1 omega1 + M2 omega2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എനർജി ബാലൻസിൻ്റെ ഇക്വേഷനിൽ നിന്ന് H3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? M1H1 = M1H1 + M2H2 = M1 + M2 × H3. M3 എന്ന് പറയുന്നത് എന്താണ്? M1 + M2 ആണ്. ഹിയർ വി നോ ദാറ്റ് M1 M2 സെയിം ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് 2M എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H3യുടെ വാല്യൂ ഇങ്ങനെ കിട്ടും. H3 = H1 + H2 × M. H1 + H2 whole into M divided by M1 + M2 ന് പകരം 2 times M. ഓക്കെ, M ക്യാൻസൽ ആയി പോകും. സോ നമ്മുടെ ഇക്വേഷൻ വിൽ റെഡ്യൂസ് ടു H3 = H1 + H2/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് H3 = 54.5 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 54.5 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ് H3യുടെ വാല്യൂ. അതുപോലെ തന്നെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും omega3യുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.0125 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് രണ്ട് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. 3 എന്ന് പറയുന്ന പോയിന്റിൽ എൻതാൽപ്പി വാല്യൂം കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം സൈക്കോമെട്രിക് ചാർട്ടിൽ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ ഏതെങ്കിലും രണ്ട് ഡാറ്റ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ ഈ കിട്ടിയത് രണ്ട് ഡാറ്റാസ് നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ടിലോട്ട് മാർക്ക് ചെയ്യാം. H3 54.5 55. സോ ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെയാണ് 54.5 വരുന്നത്. H3 is equal to 54.5 കിലോ ജൂൾസ് പെർ കിലോഗ്രാമിൻ്റെ വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഓക്കെ, ഞാനിപ്പോൾ ആദ്യമായി H3 അങ്ങ് മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഒമേഗ 3യുടെ വാല്യൂ ഒമേഗ 3 is equal to 0.0125. 0.0125. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടെ വരും. ക്ലിയർ? സോ ഇത് മൂന്നും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഞാനിപ്പോൾ 1 to 2 എന്നുള്ള സ്ട്രൈറ്റ് ലൈൻ വരച്ചില്ല എന്നുണ്ടെങ്കിൽ H3യും ഒമേഗ 3യുടെയും വാല്യൂസ് മാത്രം വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് അവർ കണ്ടീഷൻ നമ്പർ 3. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി മിക്സഡ് എയർ, അതായത് 3 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ H3 ആൻഡ് W3 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. By equation we have calculated H3 is equal to 54.5 and omega 3 is equal to 0.0125. ബാക്കി ഏതൊക്കെ പ്രോപ്പർട്ടി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും? ബാക്കി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂ എത്ര വരുന്നുണ്ട്. ഇവിടെ നേരെ താഴേക്ക് പ്ലോട്ട് ചെയ്താൽ ഇറ്റ് ഈസ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 3 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നേരെ താഴേക്കുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂ. സോ നമ്മൾ എഴുതുന്നു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ is equal to 20 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഈ പോയിന്റിൽ വെറ്റ് ബൾബിൻ്റെ വാല്യൂ എത്ര വരും? ഹിയർ 15, ഹിയർ വി ഹാവ് 20, സോ 15, 16, 17, 18, 19. ഓക്കെ, ഇറ്റ് ഈസ് 18 or 19 ഡിഗ്രി സെൽഷ്യസ് വരും. സോ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ വാല്യൂ 19 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂ 5യുടെ വാല്യൂ എത്ര വരും നോക്കാം. 3 കൂടെ പാസ് ചെയ്യുന്ന ഏറ്റവും നിയറസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനാണ്. ഓക്കെ, സോ അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂ ഈസ് 90%. ദെൻ അതിൻ്റെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്താണ്? അതായത് 3 എന്ന് പറയുന്ന കണ്ടീഷനിലിരിക്കുന്ന എയറിന് ഏത് ടെമ്പറേച്ചർ വരെ തണുപ്പിച്ചാലാണ് അവിടെ ഡ്യൂസ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അത് കിട്ടാൻ എന്ത് ചെയ്യണം? 3 എന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യുക. സോ ഇത് നമ്മുടെ സാച്ചുറേഷൻ കർവായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതായിരിക്കും അവിടുത്തെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഞാനിപ്പോൾ എന്താ ഇവിടെ ഒരു കണ്ടീഷൻ മാർക്ക് ചെയ്തേക്കുന്നു ഓർബിട്രറി ആയിട്ട് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഇപ്പം 40 and 30. ഓക്കെ, 35% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒരു പോയിൻ്റാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 35% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പം ഈ പോയിൻറ്റിൻ്റെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലിരിക്കുന്ന എയറിന് 40 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 35% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലിരിക്കുന്ന എയറിന് ഏത് ടെമ്പറേച്ചർ വരെ ഞാൻ തണുപ്പിച്ചാൽ, ഓക്കെ, അതായത് ടെമ്പറേച്ചർ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ഹ്യൂമിഡിറ്റി ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ടെമ്പറേച്ചർ മാത്രം ലോവർ ചെയ്ത് കൊണ്ടുവന്നാൽ ഏത് പോയിൻ്റ് എത്തുമ്പോഴാണ് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വാട്ടർ പാർട്ടിക്കിൾസ് കണ്ടൻസ് ചെയ്ത് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വീഴുന്നത്. നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഡ്യൂസ് ഫോം ചെയ്തിരിക്കുന്ന കാണാറില്ലേ, മഞ്ഞ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എത്തുന്നത് ഏത് ടെമ്പറേച്ചർ വരെ ലോവർ ചെയ്താൽ എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുക ഇതാണ് ചെയ്യാനുള്ളത്. തന്നിരിക്കുന്ന പോയിൻ്റ് ഏതാണോ അവിടെ നിന്ന് നേരെ ഹൊറിസോണ്ടലായിട്ട് പ്ലോട്ട് ചെയ്യുക. ഈ പ്ലോട്ട് ചെയ്യുന്ന ലൈനും നമ്മുടെ സാച്ചുറേഷൻ കർവ് എന്താണ്? 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും നമ്മുടെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഡ്യൂ പോയിൻറ്റിലെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എത്ര വരും? നേരെ അതിൻ്റെ ഡ്രൈ ബൾബ് വാല്യൂ മാർക്ക് ചെയ്യുക. ഏതാണ്ട് 23 സംതിങ് വരും. ഞാൻ ഈ പറഞ്ഞ 40യുടെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിൽ 3 ആയിരുന്നു പോയിൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ, കാരണം 3യിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓൾമോസ്റ്റ് 90% ഉണ്ട്. സോ അവിടെ നിന്ന് ഇത്രയും മാത്രമേ മാർക്ക് ചെയ്യാനുള്ളൂ. അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ഡ്യൂ പോയിൻറ്റ്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ അവിടെ നേരെ താഴേക്ക് റീഡ് ചെയ്യുക. 20യേക്കാളും കുറച്ചും കൂടി ഇപ്പുറത്തോട്ടാണ്, ഓൾമോസ്റ്റ് 19 വരും. ഓക്കെ, 19 or 18 സംതിങ് വരും. സോ നമ്മുടെ വാല്യൂ റീഡ് ചെയ്തേക്കുന്നത് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ 18.5 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ഓക്കെ, ഞാൻ ഈ സൈക്കോമെട്രി ചാർട്ടിൽ റീഡ് ചെയ്ത വാല്യൂ ഈ എഴുതിയേക്കുന്ന വാല്യൂ ഡിഫറൻറ്റ് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ആക്ച്വലി ആദ്യം പ്രോബ്ലം യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ വലിയ ചാർട്ട് യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് റീഡിങ്സ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ ആ പ്രോബ്ലം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഒരു സൈക്കോമെട്രി ചാർട്ടിൽ പ്രോപ്പർട്ടീസ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നുള്ളതും മിക്സിങ് എയർ സ്ട്രീമിൻ്റെ ഇക്വേഷൻസ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി ഇവിടെ ഇപ്പോൾ നമുക്ക് ഈക്വൽ പ്രപ്പോർഷനിലായതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് M3 എന്ന് പറയുന്നതും ഒരു അൺനോൺ ക്വാണ്ടിറ്റി ആയിട്ട് കിടക്കും. ഓക്കെ, M1ൻ്റെയും M2ൻ്റെയും കറക്റ്റുള്ള വാല്യൂസ് പറയത്തില്ല, പകരം റേഷ്യോസ് ആയിട്ടായിരിക്കും പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എൻതാൽപ്പിയുടെ തന്നെ വേറൊരു റിലേഷൻ യൂസ് ചെയ്തിട്ട് ഇതേ റിലേഷൻ അതിൻ്റെ ലെങ്ത്തുമായിട്ട് മാച്ച് ചെയ്തിട്ട് ആണ് കണ്ടുപിടിക്കാറുള്ളത്. ഓക്കെ,